ഹായ് ഫ്രണ്ട്സ്, ഹോം സൈഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള, എത്ര തന്നെ കാലം മാറിയാലും ഒട്ടും തന്നെ രുചി മാറിപ്പോകാത്ത നല്ലൊരു പിടിയും അതുപോലെ തന്നെ നല്ല വറുത്തരച്ച നാടൻ കോഴിക്കറിയും നമുക്കൊന്ന് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്കതിനായിട്ട് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം നമുക്ക് പിടി ഒന്ന് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് മാവ് അരിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് അതേ അരിപ്പൊടി ഞാൻ 2 ടീസ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് തേങ്ങയും കൂടെ, തേങ്ങ ഇച്ചിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല, ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു 4-5 ചുമന്നുള്ളിയും 2 വെളുത്തുള്ളി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് നല്ല ജീരകം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇപ്പോൾ ഇതെല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുപ്പ് കത്തിച്ച് ഞാൻ 2 കപ്പ് വെള്ളം ഈ കപ്പിന് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. മാവ് കുഴയ്ക്കാനായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ജീരകവും ചുമന്നുള്ളി എല്ലാം കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളം നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാവൊന്ന് കുഴച്ച് റെഡിയാക്കാം. അപ്പോൾ നമ്മൾ ഇടിയപ്പത്തിനൊക്കെ മാവ് കുഴയ്ക്കുന്നത് പോലെ നല്ല തിളച്ച വെള്ളമാണ് നമ്മൾ ഒഴിച്ച് കൊടുത്ത് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ ഇതുപോലെ ഒരു തടിയുടെ തവിയോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. വെള്ളം കുറേശ്ശെ ഒഴിച്ച് വേണം കുഴയ്ക്കാൻ. വെള്ളം കൂടിപ്പോയാൽ നമ്മൾ വീണ്ടും മാവിടുമ്പോൾ ക്വാണ്ടിറ്റി കൂടിപ്പോവും. അപ്പോൾ ആദ്യം ഇതുപോലെ ഒരു തവിയോ തടിയുടെ തവിയോ എന്തെങ്കിലും ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് നമുക്ക് മിക്സാക്കി എടുക്കാം. അതിന് ശേഷം നമുക്ക് ചെറിയ ചൂടോട് തന്നെ ഇത് കൈകൊണ്ട് നല്ലപോലെ കുഴച്ചെടുക്കണം. ശരിക്കും ഒരു 3-4 മിനിറ്റ് നല്ലപോലെ കുഴച്ചെടുക്കണം. കൈ ഇടയ്ക്കൊന്ന് വെള്ളത്തിലൊക്കെ മുക്കിയിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മാവെല്ലാം നല്ലപോലെ കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കയ്യിൽ ഒരല്പം ഓയിലൊന്ന് തൂത്തതിന് ശേഷം വെളിച്ചെണ്ണ ഒന്ന് തൂത്താൽ മതിയാവും. അതിന് ശേഷം നമുക്ക് ഇതൊന്ന് ചെറിയ ബോളാക്കി ചെറിയ ഉരുളകളാക്കി ഒന്ന് ഉരുട്ടിയെടുക്കാം. ചെറിയൊരു നെല്ലിക്കയുടെ അത്രയും വലിപ്പത്തിൽ ഉരുട്ടിയാൽ മതി. ഒരുപാട് വലുതായാൽ വേവാൻ ഒരുപാട് സമയമെടുക്കും. ചെറുതാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ വീട്ടിൽ 2-3 പേരൊക്കെ ഉണ്ടെങ്കിൽ ചേർന്ന് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് ഇത് ഉരുട്ടിയെടുക്കാൻ പറ്റും കേട്ടോ. ഒരാളാകുമ്പോൾ ഒത്തിരി സമയമെടുക്കും. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ ഞാൻ ഇവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതിന് മാറ്റി വയ്ക്കാം. സ്റ്റവ് കത്തിച്ച് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് അതിൽ ഞാൻ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ ജീരകവും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് തിളപ്പിച്ച വെള്ളം ഇവിടെ ഉണ്ട്. അപ്പോൾ ആ ബാക്കി വന്ന വെള്ളം കളയാൻ പാടില്ല. അത് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ നമ്മുടെ വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഈ സമയം നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന മാവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു നിരന്ന പാത്രം, നല്ല വിസ്താരമുള്ള പാത്രമാകുമ്പോൾ പരസ്പരം ഒട്ടിപ്പിടിക്കാതെ നമുക്ക് ഈ മാവെല്ലാം നല്ലപോലെ ഉടഞ്ഞു പോവാതെ വെന്ത് കിട്ടും. അപ്പം മുകളിലായിട്ടിടാതെ നിരത്തി ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് തിളയ്ക്കുന്നവരെ ഇളക്കാനൊന്നും പാടില്ല. നല്ലപോലെ ഒന്ന് തിളയ്ക്കട്ടെ.
അപ്പോൾ അത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം, അടിയിലൊന്നും പിടിക്കാതിരിക്കാനായിട്ട്. ഇനി ഇതൊരു 10-12 മിനിറ്റോളം നല്ലപോലെ ഒന്ന് 10-15 മിനിറ്റ് വെന്ത് വരട്ടെ. അതിന് ശേഷം നമുക്ക് ഞാൻ നേരത്തെ എടുത്ത് വെച്ച 2 സ്പൂണ് അരിപ്പൊടിയും അതുപോലെ തന്നെ തേങ്ങയും കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ ലൂസായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഈ മിക്സ് നമുക്ക് തിളച്ച് വരുന്ന നമ്മുടെ അരി നമ്മൾ ഉരുട്ടിയിട്ട ആ കൂട്ടിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി പെട്ടെന്ന് തന്നെ ഇതൊന്ന് കുറുകി കിട്ടും. അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം കുറച്ച് വെച്ച് ചെയ്യുക, ഇല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ കുറച്ച് സമയം നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ ആ നമ്മൾ കലക്കി ഒഴിച്ച മാവെല്ലാം നല്ലപോലെ വെന്ത് നല്ല പരുവായിട്ട് കിട്ടും. ഇത്രയും മതിയാവും. നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് വാങ്ങി വയ്ക്കാം. അങ്ങനെ നമ്മുടെ പിടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല നാടൻ വറുത്തരച്ച കോഴിക്കറി തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു പീസ് പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്, 2ആയിട്ട് മുറിച്ച്, 2 ഏലക്ക, 2 ഗ്രാമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/2 ടീസ്പൂണ് കുരുമുളക് ചേർക്കാം. അതിനോടൊപ്പം തന്നെ 3/4 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ച് കരിഞ്ഞു പോകാതെ വറുത്തെടുക്കുക. ഇപ്പോൾ തേങ്ങ ഒരുവിധം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു തണ്ട് കറി ലീഫ് ചേർക്കാം. അത് ചേർത്ത് ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി മതിയാവും. മഞ്ഞൾ ഒരുപാട് ചേർക്കുകയാണെങ്കിൽ നമ്മുടെ ഈ കറിക്ക് നല്ലൊരു കളറ് കിട്ടത്തില്ല. ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് മൂപ്പിച്ച് ഇതിൻ്റെ പച്ചമണമെല്ലാം മാറി വരുന്നവരെയും 2 മിനിറ്റോളം നമുക്ക് മീഡിയം ഫ്ലെയിമിലൊന്ന് വറുത്തെടുത്തതിന് ശേഷം 2 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി ഈ വെളിച്ചെണ്ണയ്ക്കകത്ത് നമുക്ക് നല്ലപോലെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒരു 2-3 മിനിറ്റ് നല്ലപോലെ ഒന്ന് ചെറിയ തീയിൽ വെച്ച് മൂപ്പിച്ചെടുത്താൽ നമ്മുടെ തേങ്ങ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ ഒരു 4 ടീസ്പൂൺ വെളിച്ചെണ്ണയോളം ഒഴിച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് 1/2 ടീസ്പൂണ് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് 3 ചെറിയ സവാള എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 സ്പൂണ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. 2 പച്ചമുളക്, 2 പച്ചമുളക് കീറിയത് ചേർത്ത് വഴറ്റി 1 തണ്ട് കറി ലീഫ് ചേർക്കാം. ഒന്ന് വഴറ്റിയതിന് ശേഷം 2 പഴുത്ത തക്കാളി അരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ വഴറ്റിയതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം വേവിക്കാനായിട്ട്. ഇനി ഇതൊന്ന് അടച്ച് വയ്ക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ലതുപോലെ തക്കാളിയും ഉള്ളിയും എല്ലാം വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ സമയം ഞാൻ നമ്മുടെ
തേങ്ങ വറുത്ത് വെച്ചിരുന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അരപ്പ് ചേർത്ത് ഒന്ന് വഴറ്റാം. നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം ജാറ് കഴുകിയ വെള്ളവും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരല്പം വെള്ളം കൂടി ചേർത്ത് മിക്സാക്കാം. നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. രുചിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഈ അരപ്പെല്ലാം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്തതിന് ശേഷം നല്ലതുപോലെ എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി ഇനി നമുക്ക് അടച്ച് വെച്ച് ഒന്ന് തിളപ്പിക്കാം. ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഒരു 20 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. ഇനി ഒരു 20 മിനിറ്റ് ഇങ്ങനെ ഇരുന്നൊന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ ഇതാ 20 മിനിറ്റോളം ആയിട്ടുണ്ട്. നല്ലപോലെ വെന്ത് ചാറെല്ലാം കുറുകി വന്നിട്ടുണ്ട്. ഈ സമയം ഉപ്പൊക്കെ നമുക്ക് നോക്കാവുന്നതാണ്. ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല പൊടിച്ചതും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് എടുത്തതിന് ശേഷം നമ്മുടെ കറി വാങ്ങാവുന്നതാണ്. അടുപ്പ് ഓഫ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെ വറുത്തരച്ച നാടൻ ചിക്കൻ കറി റെഡിയായിട്ടുണ്ട്. ഇപ്പോൾ ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പിടിയും വറുത്തരച്ച ചിക്കൻ കറിയൊക്കെ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് വിളമ്പിയാലോ? നമ്മുടെ പിടിയെല്ലാം നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ കഴിക്കാൻ ആവശ്യത്തിനുള്ള എടുക്കാം. ചിക്കനും കൂടെ വിളമ്പിയതിന് ശേഷം ഇഷ്ടാനുസരണം കഴിക്കാം കേട്ടോ. അപ്പോൾ എത്ര കഴിച്ചാലും മടുക്കത്തുമില്ല. എത്ര തന്നെ വർഷങ്ങൾ കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും കുറഞ്ഞു പോകത്തുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാനും അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുതേ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.